അഹ്ലു ബൈത്ത് തഖ്വയോടുകൂടെ ജീവിക്കുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാണ് ഞങ്ങളെന്ന നിലക്ക് അവരാ കടപ്പാട് വീട്ടിൽ ജീവിക്കുകയും വേണമെന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് എല്ലാ ഇമാമിങ്ങളും അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാര് തന്നെ എടുത്തുദ്ധരിച്ച കാര്യമാണ്. എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയ വിഷയമാണ്. എന്നാൽ ആശൂറ ദിവസം വരുമ്പോ ശിയാക്കൾ ചെയ്യുന്നത് പോലെ ഉള്ള പ്രവർത്തനങ്ങളോ നാസിബത്ത് ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളോ പാടില്ല. നാസിബത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ ഞാൻ പറഞ്ഞല്ലോ അഹ്ലു ബൈത്തിന്റെ വിരോധികളാണ്. ആ നാസിബത്തിന്റെ പിന്തലമുറക്കാരാണ് നമ്മുടെ രാജ്യത്തുണ്ടായ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ടാണ് അവർ അഹ്ലു ബൈത്തിനെ തള്ളിപ്പറയുകയും അതേ നബി കുടുംബത്തിൽപ്പെട്ടവരുടെ കൈപിടിച്ച് ചുംബിച്ചാൽ ആ കൈ കൊത്തിക്കളയണം എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി വെച്ചതും, അതുപോലെ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് മുജാഹിദുകൾ അവരുടെ ശബാബിലും മറ്റും രേഖപ്പെടുത്തിയതും ആ നാസിബത്തിന്റെ പിന്തലമുറക്കാരായി ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും നാസിബത്തിന്റെ ചിന്താഗതിക്കാരല്ല. അഹ്ലു ബൈത്തിനെ വളരെയേറെ ബഹുമാനിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാനായ ചെറിയൊരു കുട്ടിയെ ബഹുമാനപ്പെട്ട ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയ ഒരു ദീർഘമായ സംഭവമുണ്ട്. ആ സംഭവം ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു റൗദുർ റയാഹീനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ബസറയിലെ ഒരു റോഡിന്റെ വക്കിലൂടെ പോകുമ്പോ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുകയാണ്. അതിൽ നിന്ന് മാറി ഒരു കുട്ടി നിൽക്കുന്നു. ആ കുട്ടി കളിക്കാതിരിക്കാൻ കാരണം കുട്ടിയുടെ കയ്യിൽ പന്തില്ലാത്തത് കൊണ്ടോ കളിക്കാനുള്ള ഉപകരണമില്ലാത്തത് കൊണ്ടോ ആണെന്ന് ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചുപോയി. ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. ഇറാഖിൽ പോയാൽ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ടവർ ആ കുട്ടിയുടെ സമീപത്ത് നിന്ന് മായുബിക്കി, മോനെ നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി തലവെന്നുയർത്തിയിട്ട് യാ ഖലീലൽ അഖൽ, ഓ ബുദ്ധി കുറഞ്ഞ മനുഷ്യ, മാലില്ലഅബി ഖുലിഖനാ, കളിക്കാനല്ലല്ലോ നമ്മളെ പടക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തിനാണ് മോനെ പടച്ചത്? ലിൽ അമലി വൽ ഇബാദ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മം ചെയ്യാനുമാണ് പടച്ചത്. അപ്പൊ ചോദിച്ചു, മോനെ ബാറക്കല്ലാഹു ഫീ, നിനക്ക് എവിടുന്നത് കിട്ടി? അപ്പൊ പറഞ്ഞു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ വെറുതെ പടച്ചതല്ല, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞു, മോനെ നിങ്ങൾ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം, നീ ചെറിയ കുട്ടിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ കുട്ടി ഒരു ദീർഘിച്ച പദ്യം ചൊല്ലി, അറദ്ദുന്യാ തജഹസബിൻതിലാഖി മുശമ്മിറതൻ അലാ ഖദമിൻ വസാഖി. ഈ ദുനിയാവ് പോകാൻ ഉറങ്ങിയിരിക്കുകയാണ്. ഫലദ്ദുന്യാ ബിബാഖിയത്തിൻ ലിഹയ്യി, ജീവിക്കുന്ന ഒരാൾക്കും ഈ ദുനിയാവ് നിലനിൽക്കുന്നതല്ല. വലൽ ഹയ്യു അലദ്ദുന്യാ ബിബാഖി, ജീവിക്കുന്ന ഒരാളും ഈ ദുനിയാവിന്റെ മേൽ നിലനിൽക്കുന്നവരും അല്ല. മരണം നമ്മുടെ കൂടെ തന്നെ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഫയാ മഗ്റൂറു ബിദ്ദുനിയാ റുവൈദാ വമിൻഹാ ഖുദ് ലിനഫ്സിക ബിൽവഥാഖി. ഓ മനുഷ്യ, ദുനിയാവ് കൊണ്ട് പെട്ടുപോകണ്ട, ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ട് പെട്ടുപോകണ്ട, ദുനിയാവിലുള്ള പണം കൊണ്ടും അധികാരം കൊണ്ടും പെട്ടുപോകണ്ട. ഇതൊന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല എന്നറിയിക്കുന്ന പദ്യം ചൊല്ലി ആ കുട്ടി ഇങ്ങനെ കരയുകയാണ്. അതിന്റെ ശേഷം അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി ആ കുട്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞപ്പോൾ ആ കുട്ടി ബോധം കെട്ട് വീഴുകയാണ്. മഹാനായ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ
മാ നസല ബിക വഅൻത സബിയ്യുൻ സഗീർ, നീ ഒരു ചെറിയ കുട്ടിയല്ലേ, നീ ഇത്രത്തോളം പേടിച്ച് വിറക്കാനുണ്ടോ? നിനക്ക് യാതൊരു തെറ്റുമുണ്ടാകുന്ന സന്ദർഭമല്ലല്ലോ. തെറ്റ് എഴുതപ്പെടണമെങ്കിൽ പ്രായപൂർത്തിയാകണ്ടേ? അപ്പോഴാണ് എന്നോട് ആ കുട്ടിയുടെ മറുപടിയിലേക്ക് അന്നിയാ ബഹ്ലൂൽ, ബഹ്ലൂലെ മാറി നിൽക്കൂ, ഞാൻ എൻ്റെ ഉമ്മ തീ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. വലിയ വലിയ വിറകുകൾ കത്തിക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് തീ പിടിപ്പിച്ചിട്ടാണ് വിറക് കത്തിക്കുക. ഇതുപോലെ നരകാഗ്നിയിൽ കൊണ്ടുപോയി വലിയ വിറക് കത്തിക്കപ്പെടുമ്പോൾ അതിനു മുന്നിൽ എന്നെയായിരിക്കുമോ വെക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ കുട്ടി മറുപടി പറഞ്ഞു. ശേഷം ആ കുട്ടി കുറേയേറെ പദ്യങ്ങൾ ചൊല്ലി. ആ കുട്ടിയുടെ പദ്യം കേട്ടപ്പോ ആ കുട്ടിയുടെ പദ്യം അടിമ തെറ്റ് ചെയ്തു പോയാൽ ഗാഫിറുദ്ദംബായ അല്ലാഹു മാപ്പ് തന്നേക്കും, അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ എന്നിങ്ങനെ തുടങ്ങുന്ന പദ്യങ്ങൾ ചൊല്ലി. فكيف إذا حرقت بالنار جثتي ونار لا يقضي لك الحجر الصلد. വലിയ പാറക്കല്ലിന് തന്നെ നരകത്തെ ക്ഷമിക്കാൻ കഴിയൂലല്ലോ, എൻ്റെ ശരീരത്തിന് നരകത്തെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള പദ്യം ചൊല്ലിയപ്പോൾ ബഹ്ലൂർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണുപോയി. തെളിഞ്ഞപ്പോൾ ആ കുട്ടിയെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ ആ കുട്ടി ആരാണെന്ന് അന്വേഷിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ള ഒരു മകനാണ് എന്ന് മറുപടി കിട്ടിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള പഴങ്ങൾ അത്തരത്തിലുള്ള മരങ്ങളിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇബ്രാഹിം സുംഹൂദി ഉദ്ധരിക്കുകയാണ്. വകലിമാതു അഹ്ലിൽ ബൈത്തിൻ നബവി വഹികമുഹുൽ മുതഅല്ലിഖതു ബിഹാദൽ ഖർദി ലാ തകാദു തൻഹസിർ. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരുടെ ഇത്തരം വചനങ്ങൾ ധാരാളമുണ്ട്. ഫയംബഗി അൻ യകൂനൽ മുന്തസിബൂന ലഹും മുതഖല്ലിഖീന ബിമഹാസിനി അഖ്ലാഖിഹിം വഅദാബിഹിം വനസാഹതിഹിം. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ, നബി കുടുംബമാണെന്ന് പറയുന്നവർ, ആ മഹാന്മാര് കാണിച്ചു തന്ന രീതിയും സ്വഭാവവും അവരുടെ അദബുകളുമൊക്കെ ജീവിതത്തിൽ സ്വഭാവമായി കൊണ്ടുവന്ന് മുതഅമ്മിലീന ലിസ്ഇഹിം വതറായിഖിഹിം സാലികീന സുബുലഹും ഫീ ദാലിക ഹത്താ യകൂനു ഖൈറൻ നാസി ഇസ്ലാമൻ വഅഖ്ലാഖൻ വഅഅമാലാ. ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ട് ഏറ്റവും നല്ല മുസ്ലിമീങ്ങളായി അഹ്ലു ബൈത്തിൽപ്പെട്ടവർ ജീവിക്കുകയാണ് ആവശ്യം. അതെന്താണ് അതിന്റെ കാര്യം? വയുദ്ഖിലൂന ബിദാലിക സുറൂറ. അങ്ങനെ എൻ്റെ പേരമക്കൾ വളരെ നല്ല നിലക്ക് ജീവിക്കുന്നു എന്നത് ഖബറിൽ വെച്ച് ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുശർരിഫിഹിം, അഹ്ലു ബൈത്തിന് ബഹുമാനം കൊടുത്ത ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിന്റെ ഖബറിൽ വബഖിയത്ത് സലഫിഹിം മിൻ ദഅറുദി അമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഖബറിൽ നബി തങ്ങൾക്ക് അറിയിക്കപ്പെടുമ്പോ എൻ്റെ പേരമക്കൾ നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നു എന്ന് കണ്ട്, അവർ തഖ്വയോടെ ജീവിക്കുന്നു എന്ന് കണ്ട്, എൻ്റെ സുന്നത്തുകൾ എടുക്കുന്നു എന്ന് കണ്ട്, ദുനിയാവിൻ്റെ പളപളപ്പിൽ പെട്ടുപോകുന്നില്ല എന്ന് കണ്ട് ഉപ്പാപ്പക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടാക്കേണ്ടവരാണ് അഹ്ലു ബൈത്തിൽ ചേർന്ന് നിൽക്കുന്നവർ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ഓ സുഹൃത്തുക്കളെ, അത് അഹ്ലു ബൈത്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ പരിശോധിക്കാനും അവരെ കണക്ക് പറയാനും അവരുടെ അളവ് നോക്കാനും അവരെ സംബന്ധിച്ച് അഭിപ്രായം പറയാനും നമ്മളാരെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. അവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം അവരുടെ ശരീരത്തിലുള്ള മഹാന്മാരാണെന്ന നിലക്ക് സർവ്വ അഹ്ലു ബൈത്തിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയും
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഭാവവും അതാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളവറുകളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, വളരെ നല്ല സ്വഭാവമുള്ള വ്യക്തി. ഞാൻ മഹാനവറുകളെ ഈ അടുത്ത കാലത്ത് വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് ചില ദിക്റുകൾക്കൊക്കെ സമ്മതം വാങ്ങിയിട്ടുണ്ട്, ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, സാദാത്തുക്കൾ അവർ വലിയ ആദരിക്കപ്പെടേണ്ടവരാണ്. അവരുടെ ദുആ നമ്മുടെ ദുആ പോലെയല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരാണല്ലോ ഖുതുബുകളിൽ 2ാം സ്ഥാനമുള്ള ആള്. ആ ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവസ്സുലാക്കി ദുആ ചെയ്തത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ചില റിപ്പോർട്ടുകളിൽ മഹാനവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചതും ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ദുആക്ക് പ്രത്യേകതയുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയും സയ്യിദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, സയ്യിദന്മാരെ കൊണ്ട് തുടങ്ങിപ്പിക്കുക. അത് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു രീതിയാണ്. കാരണം അവർക്ക് വലിയ പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവർ നമ്മളെക്കാൾ യാതൊരു പ്രത്യേകതയും ഇല്ലെന്നാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികൾ അവരുടെ പുസ്തകങ്ങളിലും മാസികകളിലും മറ്റും എഴുതി വെച്ചിട്ടുള്ളത്. എന്നാലോ അവർക്കൊരു കാര്യം കിട്ടണമെങ്കിൽ, ഉദാഹരണത്തിന് അവരെ സംഘടന വളർത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ജനങ്ങളിൽ നിന്ന് സക്കാത്ത് പിരിച്ച് അവരുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി സക്കാത്തിന്റെ സംഖ്യ ഹറാമായ നിലക്ക് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചാൽ അത് വിജയിപ്പിക്കാൻ പോലും ഏതെങ്കിലും ഒരു തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ ശ്രമിക്കാറുണ്ട്. അത് കടുത്ത കാപട്യമാണ്. അതൊരിക്കലും മുസ്ലിമീങ്ങൾ അതിൽ വഞ്ചിതരാകാൻ പാടില്ല, സയ്യിദന്മാരും വഞ്ചിതരാകാൻ പാടില്ല. കാരണം അതവരുടെ കാപട്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സയ്യിദന്മാരെ കൈപിടിച്ച് ചുംബിച്ചാൽ കൈ കൊത്തിക്കളയണമെന്ന് രേഖപ്പെടുത്തിയവരാണ് പ്രബോധനം മാസികയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഞാൻ വെറുതെ പറയല്ല, ഞാനത് സൂക്ഷിച്ചിട്ടാണ് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒരിക്കലും ചതിയിൽപ്പെട്ടു പോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ സയ്യിദന്മാരും അതിന്റെ ആലിമീങ്ങളുമൊക്കെ നല്ല ബോധത്തോടുകൂടെ ജീവിക്കുന്നവരും കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവരുമായിരിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.